ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സച്ചിയും അർച്ചനയും അവന്തികയും സുധിയുമാണ്. അങ്ങനെ അവർ കുറച്ചു ദൂരം പിന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ അവർ മുകളിലേക്ക് കയറുമ്പോഴും അവന്തിക താഴെ തന്നെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അർച്ചന എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മലകയറ്റം പാടണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെന്ന് ഞാൻ കരുതിയില്ലെന്നും എനിക്കിനിയും മുകളിലേക്ക് കയറാനാകുമെന്ന് തോന്നുന്നില്ലെന്നും അവന്തിക പറയുന്നു. എന്നാൽ നമുക്കെല്ലാവർക്കും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് സുധി പറയുമ്പോൾ എല്ലാവരും ആ തീരുമാനത്തോട് യോജിക്കുകയാണ്. അങ്ങനെ അവന്തികയും ബാക്കിയുള്ളവരും റെസ്റ്റ് എടുക്കുകയാണ്. തുടർന്ന് പാണ്ഡ്യനും സംഘവും അർച്ചനയെ കണ്ട വിവരം മൂർത്തിയെ വിളിച്ചു പറയുന്നു. ഞാനെന്താണെങ്കിലും അവന്തിക മേഡത്തിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തി അവന്തികയെ വിളിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവന്തിക മൂർത്തിയുടെ കോൾ എടുക്കുന്നില്ല. വീണ്ടും വീണ്ടും മൂർത്തി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി പറയുകയാണ്, ഏട്ടത്തി കുറേ നേരമായല്ലോ കോൾ വരുന്നത്, ഏട്ടത്തി എന്താ കോൾ എടുക്കാത്തത്? അതൊരു കൂട്ടുകാരിയാ, വെറുതെ വിളിക്കുന്നതായിരിക്കുമെന്ന് അവന്തിക പറയുമ്പോൾ എന്താണെങ്കിലും കോൾ എടുക്കാനായി സച്ചിയും അർച്ചനയും പറയുന്നു. അങ്ങനെ അവന്തിക കോൾ എടുക്കുമ്പോൾ മൂർത്തി പറയുകയാണ്, പാണ്ഡ്യനും സംഘവും നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. എങ്ങനെയെങ്കിലും അർച്ചനയെ ഒറ്റയ്ക്കാക്കണം, എന്നാലേ അവർക്ക് അർച്ചനയും കൊണ്ട് അവിടുന്ന് പോകാൻ സാധിക്കൂ. ശരി, ഞാൻ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് റേഞ്ച് കിട്ടുന്നില്ലെന്ന് പറയുകയാണ് അവന്തിക. കുറച്ചങ്ങോട്ട് മാറി നിന്നാൽ റേഞ്ച് കിട്ടുമെന്ന് സുധി പറയുമ്പോൾ അവന്തിക അർച്ചനയോട് തൻ്റെ ഒപ്പം വരാനായി ആവശ്യപ്പെടുന്നു. കുറെ ദൂരമൊന്നും പോകണ്ടെന്നും സുധിയും സച്ചിയും കൂടി പറയുന്നുണ്ട്. അങ്ങനെ അവന്തിക അർച്ചനയും കൂട്ടിക്കൊണ്ട് അവരുടെ അടുത്ത് നിന്ന് കുറച്ച് അകലേക്ക് വരികയാണ്. ഏട്ടത്തി, അവരധികം ദൂരം പോകണ്ടെന്നല്ലേ പറഞ്ഞത്? അതിനെന്താ അർച്ചനെ, അവരിവിടെ അടുത്ത് തന്നെയല്ലേ ഉള്ളതെന്ന് പറഞ്ഞ് അവന്തിക വീണ്ടും മുന്നോട്ട് പോകുന്നു. അതേസമയം പാണ്ഡ്യനും സംഘവും അങ്ങോട്ടേക്ക് വരികയും അർച്ചനയെ വാപൊത്തിക്കൊണ്ട് പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അർച്ചന സച്ചിയേട്ടാ എന്ന് ഉറക്കെ നിലവിളിക്കുമ്പോൾ ശബ്ദം കേട്ടുകൊണ്ട് സച്ചിയും സുധിയും കൂടി അങ്ങോട്ടേക്ക് ഓടുകയാണ്. അർച്ചനയെന്ന് വിളിച്ചുകൊണ്ട് സച്ചിയും സുധിയും കൂടി മലമുകളിലേക്ക് ചെല്ലുമ്പോൾ ഇനി ഞാൻ ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നമാണെന്ന് അവന്തിക മനസ്സിൽ പറയുന്നു. തുടർന്ന് അവന്തിക അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് പോലെ കാണിക്കുമ്പോൾ അവരിലൊരാള് അവന്തികയെ തള്ളിയിട്ട് അവിടെ നിന്ന് അർച്ചനയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതേസമയം തന്നെ സച്ചിയും സുധിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. എവിടെ അർച്ചന എവിടെയെന്ന് സച്ചി ചോദിക്കുമ്പോൾ കാട്ടുകൊള്ളക്കാര് അവരെ പിടിച്ചുകൊണ്ട് പോയെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അവന്തിക. എങ്ങോട്ടേക്ക് അവർ പോയതെന്ന് സുധി ചോദിക്കുമ്പോൾ തെറ്റായ വഴി കാണിച്ചു കൊടുക്കുകയാണ് അവന്തിക. അങ്ങനെ അവർ അർച്ചനയെ പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് അർച്ചന പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഓടുകയാണ്. അവരും അർച്ചനയെ വിടാതെ തന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കാട്ടിലൂടെ ഓടുന്ന അർച്ചനയാണ്. അർച്ചനയുടെ പിന്നാലെ തന്നെ പാണ്ഡ്യനും സംഘവും ഓടുന്നു. അതേസമയം അർച്ചനയെ കണ്ടുപിടിക്കാനായി ഓടുകയാണ് സച്ചിയും സുധിയും അവന്തികയും. അങ്ങനെ ഓടി ഓടി അർച്ചന ആ കുന്നിന്റെ അറ്റത്ത് ചെന്ന് നിൽക്കുന്നു. താഴേക്ക് നോക്കുമ്പോൾ നദിയാണ് കാണുന്നത്. അർച്ചന ഭയത്തോടെ അവിടെ നിൽക്കുമ്പോൾ ഗുണ്ടകളിലൊരാള് അർച്ചനയെ ചവിട്ടി താഴേക്കിടാൻ ശ്രമിക്കുകയാണ്. അർച്ചന താഴേക്ക് വീഴാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് ആരോ അർച്ചനയുടെ കൈപിടിച്ച് താങ്ങി നിർത്തുന്നതാണ് കാണിക്കുന്നത്. മറ്റാരുമല്ല, അത് ഗിരിധർ ആയിരുന്നു. ഗിരിധർ ഗുണ്ടകൾക്ക് നേരെ തോക്ക് ചൂണ്ടുമ്പോൾ അവർ പേടിയോടെ അവിടെ നിന്ന് ഓടുന്നതാണ് കാണിക്കുന്നത്. കുട്ടി ആരാ, എന്താ പേരെന്നൊക്കെ ഗിരിധർ ചോദിക്കുമ്പോൾ എൻ്റെ പേര് അർച്ചനയെന്നാണെന്നും മല കയറാൻ വന്നതാണെന്നും അർച്ചന പറയുന്നു. അതേസമയം അർച്ചനയെന്ന് വിളിച്ചുകൊണ്ട് സച്ചിയും സുധിയും അവന്തികയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇവള് രക്ഷപ്പെട്ടോ? അവരൊക്കെ എവിടെ പോയി? ഇയാളേതാ? ഓ, ഇയാളുടെ കണ്ണ് കണ്ടിട്ടായിരിക്കും അവന്മാരൊക്കെ പേടിച്ചോടിയതെന്ന് അവന്തി മനസ്സിൽ പറയുകയാണ്. ഞാൻ ഇദ്ദേഹത്തിനെ എവിടേക്കോ കണ്ടിട്ടുണ്ടെന്ന് സച്ചി പറയുമ്പോൾ ഞാൻ ചില പരസ്യങ്ങളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ടെന്ന് എന്താണെങ്കിലും സൂക്ഷിച്ചു പോകാനും ഗിരിധർ പറയുന്നു. അല്ല, നിങ്ങളും ക്ഷേത്രത്തിലേക്കല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ആണെന്നും ഞാൻ വേറെ വഴിയാണെന്നും പറഞ്ഞുകൊണ്ട് ഗിരിധർ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ധനുഷിന്റെ ആളുകൾ ധനുഷിനെ വിളിച്ച് അർച്ചനയ്ക്ക് നേരെ ഉണ്ടായ അറ്റാക്കിന്റെ കാര്യമെല്ലാം പറയുകയാണ്. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അയാള് കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ധനുഷ് സച്ചിയെ വിളിക്കുന്നതാണ്. എന്നാൽ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ കോള് കണക്ട് ആവുന്നില്ല. സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ധനുഷ് സച്ചിക്ക് മെസ്സേജ് അയക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മൂർത്തിയും സംഘവും പാണ്ഡ്യനും സംഘവും ഒന്നിച്ചിരിക്കുന്നതാണ്. ക്ഷമിക്കണം ബോസ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്ന് പാണ്ഡ്യൻ പറയുമ്പോൾ കുഴപ്പമില്ല, ഇനിയും സമയമുണ്ടല്ലോ എന്ന് മൂർത്തിയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി വിശ്രമിക്കാനായി ഒരു സ്ഥലത്തിരിക്കുന്നതാണ്. വെള്ളം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് സച്ചി പറയുമ്പോൾ ഇവിടെ ഒരു കാട്ടുചോല ഉണ്ടെന്നും ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സുധി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് മൂർത്തിയെ വിവരം അറിയിക്കുകയാണ് അവന്തിക. കാഴ്ചകൾ കാണാനായിട്ട് അർച്ചന മുന്നോട്ട് നീങ്ങുമ്പോൾ അവന്തികയും കൂടെ തന്നെ പോകുന്നു. പെട്ടെന്ന് കുന്നിൻ ചെരുവിൽ നിന്നും കാലുവഴുതി താഴേക്ക് വീഴാൻ പോവുകയാണ് അർച്ചന. അർച്ചനയെ താങ്ങി പിടിച്ചിരിക്കുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.